ബിഗ് ബോസ് സീസൺ 7 ലൈവ് ടെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ അനീഷ് അനുമോളെ ഉപദേശിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ ദിവസമാണ്, പുതിയ പ്രതീക്ഷകൾ, പുതിയ ദിവസം, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ സന്തോഷങ്ങൾ. ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തെ തിരഞ്ഞെടുക്കണം, അല്ലാതെ ദുഃഖങ്ങളെ മാത്രം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് അനീഷ് പറയുന്നു. അതുകൊണ്ട് എല്ലാം നമുക്ക് പുതിയതായിരിക്കണം. ഇന്നലത്തെ ദിവസം ഇന്നലെ കഴിഞ്ഞു, ഇന്നലത്തെ വിഷയവും ഇന്നലെ തീർന്നു. നിങ്ങൾ രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി മതിയാക്ക്. നിങ്ങളുടെ സൗഹൃദം നല്ല രസമായിരുന്നു, മറ്റുള്ളവരെ കമൻ്റ് അടിക്കുന്നതും തമാശ പറയുന്നതുമൊക്കെ നല്ല രസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം പോയി. നിങ്ങൾ പരസ്പരം സംസാരിച്ച് പഴയതുപോലെ നല്ല സുഹൃത്തുക്കളായി മാറണം എന്ന് അനീഷ് അനുമോളെ ഉപദേശിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ആദില അതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അനീഷ് ആദിലയെ വിളിച്ചിരുത്തി ആദിലയോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയൊക്കെ കഴിഞ്ഞവരാണ്. 80 ദിവസം നിങ്ങൾ പരസ്പരം സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞവർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. പിണക്കങ്ങൾ ഉണ്ടാകാം, രണ്ടുപേരുടെ ഭാഗത്തും ശരികളുണ്ടാകാം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകൂ, അല്ലാതെ പിണങ്ങിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ വൈബ് നല്ല രസമായിരുന്നു എന്ന രീതിയിലൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദില അവിടെ വന്നിട്ട് അതിനെ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നു. അപ്പോൾ അനീഷ്, നിങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അനീഷ് അവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആദിലേക്ക് അറിയേണ്ടത് എന്തിനാണ് അനുമോള് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത് ഇതിനു വേണ്ടി അല്ലയോ എന്ന രീതിയിൽ അനുമോള് പറഞ്ഞത് എന്തിനാണ്, അതറിയണം. അതൊട്ടും ഈ പറയുന്ന അനുമോള് പറയാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഇവർ പറയുന്നത് ഫേമിന് വേണ്ടിയാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്, ഫേമിന് വേണ്ടിയാണ് അനുമോളുടെ കൂടെ കൂടിയത് എന്ന രീതിയിലാണ് അനു ഉദ്ദേശിച്ചത് എന്ന് അവരാക്കി തീർക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അനുമോൾ അവിടെ പറയാൻ ശ്രമിക്കുമ്പോഴും അവരത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷാനവാസിനെ വിളിച്ച് അവിടെ ഇരുത്തി ഷാനവാസും പിന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഞാനും ഷാനവാസും തമ്മിൽ വലിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഹീലായി മാറുന്നത് കണ്ടിട്ടുണ്ടോ. എനിക്കിങ്ങനെ കൊണ്ടുപോയി നീട്ടുന്നതിലോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും അനീഷ് പറയുന്നു. നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അത് അന്നേരം തന്നെ പറഞ്ഞു തീർക്കണം എന്നാണ് അനീഷ് അവിടെ പറയുന്നത്. എന്തായാലും രാവിലെ തന്നെ അനീഷ് അനുമോളെ ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കി, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് വെച്ച് യോജിപ്പിക്കാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നാൽ അത് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ആദിലും നൂറയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഇവിടെ ആദിലയ്ക്ക് ഒരു വിഷം ഉള്ളിലുണ്ട്. ഈ പറയുന്ന നൂറയ്ക്ക് അത്ര ഇല്ലെങ്കിലും ആദിലയ്ക്ക് ഭയങ്കര വിഷമാണ്. വിഷം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും എടുത്തടിച്ച പോലെ അങ്ങ് പറയും. അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇത് അനീഷ് ഇവരെ ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട്, അനീഷ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് പറഞ്ഞതാണ്, അല്ലെ അവരെ ഇരുത്തി സംസാരിച്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇവരുടെ വൈബ് നല്ല രസമായിരുന്നു, ഇവർ കോമഡിയൊക്കെ പറഞ്ഞ് അത് അനീഷ് ആയാലും ഷാനവാസിനായാലും ഒക്കെ നല്ല രസമായിരുന്നു. അവരിങ്ങനെ കോമഡി പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ ചെയ്ത് പോകുന്ന ഒരു രസമായതുകൊണ്ടാണ് അനീഷ് അങ്ങനെ പറഞ്ഞ് ഇവരെ യോജിപ്പിക്കാനായിട്ട് നോക്കിയത്. അത് ഈ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.